ഹായ് ഡിയേഴ്സ്, നമസ്കാരം. ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കൊടും ചൂടത്ത് നമ്മുടെ ദാഹം മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള തണുപ്പ് കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് വീട്ടിലെ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുമ്പം അതിനകത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ചെറിയ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ക്യാരറ്റ് ആണെങ്കിൽ 1 ക്യാരറ്റ് മതിയാകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ മുസമ്പിയാണ്. അത് നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന് പകരം നമുക്ക് ഓറഞ്ച് ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള മധുരം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് അരയാൻ പാകത്തിന് തണുത്ത വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമുക്ക് നോർമൽ വെള്ളമായാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഈ ജ്യൂസ് നമുക്ക് എത്രത്തോളം അരിച്ചെടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ മാക്സിമം അടിച്ചിട്ട് അതിലെ സത്തെല്ലാം തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കണം. പിന്നെ നമ്മൾക്ക് ഇത് ഈ ജ്യൂസ് എന്ന് പറയുന്നത് കുറച്ച് തരിയോട് കൂടിയുള്ള ജ്യൂസായിരിക്കും കിട്ടുന്നത്. ഇനി അതല്ല, കുറച്ച് തരിയൊന്നും ഇല്ലാതെ ഒരുപാട് വലിച്ചു കുടിക്കാൻ പറ്റുന്ന രീതിയിൽ തീരെ തരികളില്ലാത്ത ജ്യൂസാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഫൈനായിട്ടുള്ള തരിപ്പുണ്ടല്ലോ, അതായത് തീരെ ദ്വാരങ്ങൾ വളരെ നൈസായിട്ടുള്ള തരിപ്പയിലൂടെ അരിച്ചെടുത്താൽ നമുക്ക് നല്ല എന്താ പറയുക വലിച്ചു കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജ്യൂസായിരിക്കും കിട്ടുന്നത്. ഇത് കുറച്ചൊക്കെ ക്യാരറ്റും തരികളുണ്ട്. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ചണ്ടി ഉണ്ടല്ലോ, ഇത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നമ്മുടെ മുഖത്ത് നല്ലൊരു സ്ക്രബ്ബറായിട്ട് നമുക്കിത് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ചെടികൾക്കുള്ള വളമായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ മാക്സിമം സത്തും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു ജ്യൂസാണിത്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് മധുരം ഈ സമയത്ത് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി മധുരം പഞ്ചസാര വേണ്ട എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിന് പകരം തേനോ അല്ലെങ്കിൽ മറ്റു മധുരം സാധനങ്ങളുമായിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം കസ്കസ്, ഏകദേശം 1/2 ടീസ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പ് നൽകുന്നതാണ്. ഇനി അതിന് പകരം നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ് ആണെങ്കിലും കുഴപ്പമില്ല, അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം 3 പേർക്ക്, അതായത് ഒരു ജ്യൂസ് ഗ്ലാസിൻ്റെ 3 ഗ്ലാസ് 3 പേർക്ക് സെർവ് ചെയ്യാൻ രീതിയിലുള്ള അളവ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണിത്. ദിവസവും നമ്മളിത് കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ രാവിലെ കൃത്യം 9:38 കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ, ബൈ.